ഹലോ മുത്തുമണീസ്. അങ്ങനെ വൈകുന്നേരം ശനിയാഴ്ച ആയപ്പോഴത്തേക്കും മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. മെയിൻ പരിപാടി ഫുഡ് അടിയാണ്. അതിനുശേഷം അവിടെ അടുത്തായിട്ടൊരു പാർക്ക് കൂടെ ഉണ്ട്. അവിടെയും കൂടെ കൊണ്ടുപോയി കുറച്ചൊന്ന് കളിപ്പിച്ചിട്ട് കൊണ്ടുവരാം. അവർ ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ റാഫിയിൽ. അപ്പം ഞങ്ങൾ മേലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മേലെ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവിടെ വർക്ക് നടന്നിട്ടിരിക്കുകയാണ്, താഴെ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ താഴെ വന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുഡിൻ്റെ മെനു സ്കാൻ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയതാണ് കേട്ടോ, അതുകൊണ്ട് സ്കാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരം പരിപാടി, ഞാനും മോളും കുറച്ച് റീൽസും സ്റ്റോറിയൊക്കെ എടുത്തായിരുന്നു. ഇവൻ്റെ മെയിൻ ഹോബിയാണ് കേട്ടോ. ഇപ്പോൾ എവിടെ പോയാലും കുറച്ച് കാറും കൂടെ പോക്കറ്റിനകത്ത് ഇട്ടിട്ട് വരും. എത്രത്തോളം ആ പോക്കറ്റിൽ കുത്തി നിറയ്ക്കാൻ പറ്റുമോ അത്രയും കാറും എടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. വരുമ്പോൾ ഒന്നും മിണ്ടാതെ പാവം പോലെ വരും. അകത്ത് കയറി കഴിയുന്നതും തുടങ്ങും അവിടെ മൊത്തം നിരത്തി കളിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഞങ്ങൾ 3 പേരും ഷവർമ്മയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല വിശന്ന് കിളി പാറിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. മാത്രമല്ല കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അങ്ങനെ കിട്ടിയ പാട് തന്നെ ഞങ്ങളത് കഴിക്കാൻ തുടങ്ങി. ഓർഡർ ചെയ്തത് ഇതുവരെ വന്നിട്ടില്ല. ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയും ബട്ടർ മഷ്റൂമുമാണ് കേട്ടോ. ഞങ്ങളുടെ ഫുഡ് വന്ന് കുറച്ച് നേരം വീണ്ടും വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇക്കയുടെ ഫുഡൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കഴിച്ച് തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കയുടെ ഫുഡ് വന്നപ്പോൾ പിന്നെ അതിൽ നിന്നും കുറച്ച് കൈയിട്ട് വരെ കഴിക്കണമല്ലോ, അതാണല്ലോ പിന്നെ നാട്ടു നടപ്പ്. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ നമുക്കും. അങ്ങനെ അതിൽ നിന്നും കുറച്ച് പൊറോട്ടയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പാർക്കിലൊന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് അവർക്കൊരു ചായയൊക്കെ വാങ്ങിക്കൊടുത്തു. അതിനുശേഷം കുറച്ച് അധികം നേരം, ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് കളിപ്പിച്ച് അവരെ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ പോയി.